Hi guys, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlus ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത OnePlus 9R 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. സോ എൻ്റെ ഇരിക്കുന്നത് 5G വേരിയൻറ്റ് സ്മാർട്ട് ഫോണാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൺബോക്സ് ചെയ്തത് OnePlus 9R ആയിരുന്നു. സോ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് OnePlus 9R 5G ആണ്. അതോടൊപ്പം ഈ ഒരു ഡിവൈസ് 8GB RAM 128GB സ്റ്റോറേജുമായിട്ട് വരുന്ന പുറത്തിറങ്ങുന്ന ഡിവൈസാണ്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 39,999 അപ്പോൾ കുറേ കൂട്ടുകാർ 5G റെക്കമെൻഡ് ചെയ്തിരുന്നു അൺബോക്സ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഹാസൽബ്ലാഡുമായിട്ട് OnePlus ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി കൊളാബറേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ അല്ല വരുന്നത്. ഹാസൽബ്ലാഡുമായിട്ട് ഒരു കൊളാബറേഷനും ഇല്ല. അതാണ് ഈ ഒരു ബോക്സിനകത്ത് ഹാസൽബ്ലാഡിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഇല്ലാത്തത്. സോ ബോക്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഫ്രണ്ടിലായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ അതായത് OnePlus 9R 5G പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയായിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നത്. നമുക്ക് മൊബൈൽ ഫോൺ ഒന്ന് എടുത്ത് മാറ്റാം. ടോപ്പ് ഷെല്ലിൽ നെവർ സെറ്റിലിൻ്റെ ലോഗോ അടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് ഷെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ ഈ ഒരു ടോപ്പ് ഷെല്ല് വെളിയിലേക്ക് എടുക്കാം. സോ ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്കൊരു കേസ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എക്സാക്റ്റ് OnePlus ഡിവൈസസിൽ വരുന്ന പോലെ തന്നെ കേസും കുറച്ച് ഡോക്യുമെൻറ്റേഷനുമാണ്. പിന്നെ നമുക്കിനി ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബോക്സിൻ്റെ അകത്ത് ഇവിടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ചാർജർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് OnePlusൻ്റെ. സോ ചാർജർ ഒന്ന് മാറ്റി വയ്ക്കാം. അതോടൊപ്പം നമുക്ക് USB to Type C കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് OnePlus 9R 5G. സോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി നമ്മൾ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കുറേ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് പോകുന്നതേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതായത് ഞാൻ ഇതേപോലത്തെ സ്മാർട്ട് ഫോൺസ് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഇടുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ OnePlus 9Rൻ്റെ ബോഡി വൈസിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അലർട്ട് സ്ലൈഡർ തന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്കൊരു പവർ കീയും OnePlus നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നിട്ടുണ്ട്. അതോടൊപ്പം സ്മാർട്ട് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് സ്പീക്കർ ഗില്ലി കാണാൻ സാധിക്കും. ടൈപ്പ് സി കൊടുക്കാനുള്ള പോർട്ടും മൈക്കും, അതായത് പ്രൈമറി മൈക്കാണ് കേട്ടോ. അതോടൊപ്പം സിം ട്രേയും നമുക്ക് താഴ്ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ നല്ലൊരു ഡിസൈനിലാണ് OnePlus വെച്ചിരിക്കുന്നത്. വര പോലത്തെ ഒരു ഡിസൈൻ, പാറ്റേൺ രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ താഴ്ഭാഗത്തായിട്ട് തന്നിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ സെക്കൻഡറി മൈക്ക് അഥവാ നോയ്സ് ക്യാൻസലേഷൻ ഉള്ള മൈക്ക് നമുക്ക് മുകളിലായിട്ടാണ് OnePlus തന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അതോടൊപ്പം നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വോളിയം റോക്കേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് എക്സാക്ട് OnePlus 9 Proയുടെ അതേ ഡിസൈൻ തന്നെയാണ് OnePlus ഈ ഒരു സ്മാർട്ട് ഫോൺ അതായത് OnePlus 9R 5Gക്കകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.55 ഇഞ്ചസിൻ്റെ ഒരു ഫ്ലൂയിഡ് ആംബുലർ ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് നമുക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതോടൊപ്പം ആൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട് കേട്ടോ. സോ അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ആവുന്നത് OS 11 ആൻഡ്രോയിഡ് 11 ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ ചിപ്സെറ്റ് വരുന്നത് Qualcomm Snapdragon 870 ഒരു 5G ചിപ്സെറ്റ് ആണ്. അത് 7nm പ്രോസസ്സ് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. GPU വരുന്നത് Adreno 650 GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ഹയർ വേരിയൻ്റ് ഉണ്ട്. 256GB സ്റ്റോറേജും 12GB റാമിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടി പ്രൈസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ സാധിക്കും. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് 240 Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും OnePlus ഈ ഒരു ഫോണിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടച്ചും എല്ലാം ഈ ഒരു ഫോണിൻ്റെ അകത്ത് നല്ല സ്മൂത്ത്നെസ് ആയിരിക്കും. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 14 MP ഒരു മെയിൻ ക്യാമറ, അതായത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് OnePlus ഈ ഒരു ഫോണിൻ്റെ തന്നിരിക്കുന്നത്. അതായത് 14 MP പ്ലസ് 16 പ്ലസ് 5 പ്ലസ് 2 MP ഒരു ക്യാമറ സെറ്റപ്പാണ് സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം നമുക്ക്. സോ 4500 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണാണ് നോക്കുന്നതെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് OnePlus 9R 5G. ഓക്കെ, അതോടൊപ്പം ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി സംസാരിക്കാം. അതിൻ്റെ അകത്ത് 189 ഗ്രാമിൻ്റെ വെയിറ്റാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് അലൂമിനിയം ഫ്രെയിമും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് 5G കിട്ടുന്നുണ്ട്. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം കുറേ കൂട്ടന് ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ പോയി OnePlus 9R എടുക്കണോ അതോ OnePlus 9 എടുക്കണോ? എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിലും അതോടൊപ്പം യൂട്യൂബ് കമൻറ്റ് ബോക്സിലെല്ലാം കുറേ കൂട്ടുകാർ ചോദിച്ചൊരു സംഭവമാണ് OnePlus 9R എടുക്കണോ അതോ OnePlus 9 അഥവാ 9 Pro എടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇപ്പോൾ OnePlus 9R മേടിക്കാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും OnePlus 9R എടുക്കാൻ നിൽക്കരുത്. OnePlus 9 പോയി എടുക്കുക. അതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ OnePlus 9 ആണ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ
ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിനായിട്ടുള്ള ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ പറയുന്നത്. ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് വരുന്നത് ഹാസബ്ലാഡിൻ്റെ ക്യാമറയല്ല വരുന്നത്, സാധാ ഏതൊരു സോണിയുടെ സാധാരണ പറയുന്നില്ല, സോണിയുടെ ഏതൊരു ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നതെന്നൊക്കെയാണ് എനിക്ക് അറിയാവുന്നത്. സോ ഞാൻ കൂടുതൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ രേഖപ്പെടുത്താം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഹാസബ്ലാഡിൻ്റെ ക്യാമറ അല്ല വരുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഇല്ലായിരുന്നു, ഹാസബ്ലാഡിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഇരിക്കുന്നത് ഒരു ചൈനീസ് വെർഷൻ സ്മാർട്ട് ഫോണാണ്. അതായത് ഞാൻ ഈ ഒരു OnePlus 9R ചൈനയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതായത് ഇവരുടെ ഏതൊരു ഗിസ്റ്റോപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊരു ചൈനീസ് സ്മാർട്ട് ഫോണാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിരുന്നു. ഞാൻ 5Gക്ക് അത് എടുത്ത് നോക്കിയില്ല, OnePlus 9Rൻ്റെ അത് വെറും 9Rൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കി. നല്ല ക്വാളിറ്റി ഉണ്ട്. എങ്കിലും ഞാൻ OnePlus 9 തന്നെയാണ് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ OnePlus 9R എന്തുകൊണ്ടോ എനിക്കെന്തോ സാറ്റിസ്ഫൈ ആയില്ല ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫോണ് എന്തോ ഒരു വ്യത്യാസങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതോടൊപ്പം ഈ ഒരു ക്യാമറയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതാണ്. അപ്പോൾ ഹാസബ്ലാഡിൻ്റെ ക്യാമറ അല്ല, അതാണ് ഒരു വിഷമം. കാരണം എന്ന് വെച്ചാൽ OnePlus 9ലും 9 Proയിലും എല്ലാം ഹാസബ്ലാഡിൻ്റെ ക്യാമറ വന്നിട്ട് 9R ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എന്ന് കരുതി OnePlus ഇതിൻ്റെ അകത്ത് തന്നിട്ടില്ല. അത് കുറച്ചുകൂടെ ഒരു ബോറ് കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഞാൻ പറഞ്ഞ പോലെ 48 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മോണോക്രോം എന്ന് പറയുന്ന ഒരു ക്യാമറയും കൂടെ തന്നിട്ടുണ്ട്. മോണോക്രോം അത് വെറുതെ വെച്ചാണ് തോന്നുന്നത്, അതെന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. അത് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു മോണോക്രോം എന്ന് പറയുന്ന മോഡ് OnePlus ഈ ഒരു ഫോണിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡുവൽ LED ഫ്ലാഷ് തന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടുമ്പോൾ ഒരു കൂട്ടുകാർ ഒരാൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒന്ന് ഫ്ലാഷ് ലൈറ്റും ഒന്ന് എന്തോ ലേസറിൻ്റെ സംഭവം എന്തോ ആണ്. നല്ല ബ്രോ, ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് നമുക്ക് 2 LED ഫ്ലാഷാണ്. അതോടൊപ്പം HDR, പനോരമ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിനകത്ത് തന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ സൈബർ പങ്ക് അങ്ങനെ ഓരോ മോഡുകൾ ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. ഓരോന്നും എടുക്കുന്നതനുസരിച്ച് എല്ലാം ചൈനീസിലാണ് എഴുതി കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഗിസ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്ത് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഞാൻ നോക്കിയിട്ട് ആരുടെ ഇതിൽ കണ്ടില്ല, ബൈ ചെയ്യാൻ പറ്റിയ ഇതിൽ ഞാൻ ആരുടെയും കണ്ടില്ല. ഇന്ത്യയിൽ ഒരു സൈറ്റുകളിൽ ഇത് ബൈ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആമസോൺ നോക്കി, ഫ്ലിപ്കാർട്ട് നോക്കി, പിന്നെ eBay പോലത്തെ സർവീസ് എല്ലാം നോക്കി, ഒന്നിലും കിട്ടിയില്ല. പിന്നെ ഗിസ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്, അതിൽ എന്തോ 2-3 സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യും. കാരണം വെച്ചാൽ ചൈനീസ് വേർഷൻ ഞാൻ ഓൺ ചെയ്തപ്പോഴേ ഓൾറെഡി എല്ലാം സെറ്റായിട്ടാണ് വന്നത്. കാരണം ഇത് ColorOS 11 എന്ന് പറയുന്നൊരു ഇതിലാണ് OnePlus ചൈനയിൽ ലോഞ്ച് ചെയ്ത്. ഓക്സിജൻ OS അല്ല, ColorOS, ഓപ്പോയുടെ ColorOS ആണ് വന്നത് ഈ ഫോണിൻ്റെ അകത്ത്. അപ്പം എനിക്കിതൊക്കെ മാറ്റിയെടുക്കാൻ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഫോണ് എനിവേ നല്ലൊരു ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞാൻ വിളിച്ചും പറയണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കൂ പ്ലീസ്. സോ എങ്ങനെയെങ്കിലും 2K സബ്സ്ക്രൈബേഴ്സ് കിട്ടണം, അതൊക്കെ എൻ്റെ ലക്ഷ്യമാണ്. സോ ഇതിൻ്റെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 870 5G എന്ന് പറയുന്നൊരു ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. നല്ല സ്പീഡായിട്ടുള്ള ചിപ്സെറ്റാണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ആനിമേഷനിൽ തന്നെ കാണാം, അപ് ചാർജ് 65 എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല സ്പീഡിൽ തന്നെ സ്മാർട്ട് ഫോൺ ചാർജ് ആവുന്നുണ്ട്. കണ്ടോ ആ സ്പീഡ് എടുക്കുന്നുണ്ടോ, 98 കണ്ടോ, പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാം. 65 വാട്ട് കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നത്. നല്ല ഫാസ്റ്റ്ലി ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ചാർജ് ആവുന്നുണ്ട്. കണ്ടോ, 65 വാട്ടിൻ്റെ ചാർജറാണ്. കണ്ടോ, 38%. അപ്പോൾ നല്ല സ്പീഡായിട്ടുള്ളത് തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ വേറെ സുഹൃത്ത് ചോദിച്ചിരുന്നു പോക്കോ F3 എടുക്കണോ OnePlus 9R എടുക്കണോ. പോക്കോ ഇപ്പോൾ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ F3 ഇപ്പോൾ ഇറക്കും, നാളെ ഇറക്കും, F2 ഇന്ന് ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ OnePlus 9R എടുക്കണ്ട, അത് ഞാൻ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് വേരിയയിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ച് വരാം. ഓക്കെ, സോ ഒരു 128 GB സ്റ്റോറേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 39,000 രൂപയാണ്. സോ അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ 256 GB 12 GB റാം വേരിയൻറ്റിന് നമുക്ക് 44,000 രൂപയാണ് വരുന്നത്. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തൊണ്ടയൊക്കെ വയ്യെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഫോണാണോ ഇതിനെപ്പറ്റി എന്തെങ്കിലും കമ്പാരിസൺ വേണമെങ്കിലും എന്ത് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾ പറയുന്ന രീതിയിൽ കണ്ടൻറ്റ്സ് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പം ചാനൽ 2K സബ്സ്ക്രൈബേഴ്സിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതോടൊപ്പം ഇതേപോലത്തെ സ്മാർട്ട് ഫോൺസ് ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന പോക്കോ F2 F3 പോലത്തെ സ്മാർട്ട് ഫോൺസിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഡ്മി K40 പോലത്തെ. അപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്ത, വേൾഡ് വൈഡിൽ ലോഞ്ച് ചെയ്ത എല്ലാ ഫോൺസിൻ്റെ അൺബോക്സിങ് ഈ ഒരു ചാനൽ ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. Until then, this is Atin signing off. മറ്റൊരു വീഡിയോ കാണാം. ബൈ.